ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ മുഖം കണ്ടാൽ തന്നെ അറിയാവേ നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെവിടെ ഒരു ട്രിപ്പ് പോവാന്ന്. അപ്പോൾ വേറെ എങ്ങുമല്ല, നമ്മൾ റിസോർട്ട് എടുത്തിട്ടുണ്ട് വാഗമണ്ണ്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. കറക്റ്റ് സമയത്ത് വാപ്പിച്ചേക്ക് എത്തി. നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ് കേട്ടോ അവിടെ നമുക്ക് റിസോർട്ടിൽ എത്തേണ്ടത്. അപ്പോൾ ആ ഒരു ടൈം അങ്ങനെ അഡ്ജസ്റ്റ് 2 മണിക്കൂറുള്ളൂ. നമ്മൾ 2-2.5 മണിക്കൂറല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് വാഗമൺ വരുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഉമ്മായൊക്കെ വന്നു. നമ്മൾ തന്നെയൊക്കെയല്ല കേട്ടോ, ഫാമിലി ആയിട്ടാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട്. പാർട്ടി പിന്നെ വന്നില്ല, ബാക്കി എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ഇക്കാക്ക ഗൾഫിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് പോണതിന് മുന്നേ നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ അല്ല, ഒരു വർക്കിംഗ് ഡേയ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. 5 ക്ലാസ് ഉണ്ടാകുന്ന അതൊക്കെ കട്ട് ചെയ്താട്ടോ പോകുന്നത്. സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാം. അങ്ങോട്ട് പോകും തോറും നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇത് ഉച്ച സമയമാണ്, പക്ഷെ നല്ല കോടയാണ് കേട്ടോ. പുറത്തേട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ വയ്യാത്ത രീതിയിൽ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. നമ്മളും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ റോഡിൽ ഇറങ്ങിയായിരുന്നു കേട്ടോ. കാരണം നല്ല രസമാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നും. അതുപോലെ കോട ഓപ്പോസിറ്റ് തന്നെ വണ്ടി കാണാൻ പാടില്ലാത്ത രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്ന് പതിയേയും കൂടിയാണ് പോയത്. പിന്നെ നമ്മളിതാ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിർത്തി പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് കേട്ടോ പോയത്. നമുക്ക് അവിടെ എത്താൻ ഇനിയുണ്ടല്ലോ ടൈം, അത് കാരണം പതിയായിരുന്നു പോയത്. അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളപ്പോൾ തന്നെ പോയിട്ട്, കാരണം മഴ പെയ്തായിരുന്നു. പിന്നെ കുഞ്ഞു കൊള്ളാറിന് മഴയത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. മഴ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇനി അവിടെ എത്തുമ്പോഴും മഴ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മഴ അങ്ങോട്ട് മാറിയായിരുന്നു. എന്നാലും നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് പിന്നെ ഇറങ്ങിയില്ല. അപ്പോഴേക്കും ടൈം ആയായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ചെന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു പോയത്. പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങിയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നടന്ന്. ഫാമിലി ആയിട്ട് അങ്ങനെ സ്റ്റേ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ റിസോർട്ടൊക്കെ എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്നത്. അവിടെ എത്താറായപ്പോഴേക്കും അവർ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. അങ്ങനെയാണ് നമ്മൾ പോയത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. വഴി കണ്ടപ്പോൾ തന്നെ ഇത് ഏതോ ഒരു മലയുടെ മുകളിലാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോട്ടെ. അതുപോലെ കുത്തനെ കയറ്റാണ്. വഴി അത്ര കൊള്ളില്ലായിരുന്നു. വഴി നല്ല മോശമായിരുന്നു. കയറിപ്പോയി ഇച്ചിരി പാടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി റിസോർട്ടായിരുന്നേ. നമുക്ക് ആ ഒരു റിസോർട്ടിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചു തന്നു. നമ്മളത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അതെടുത്തത്. നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയും വിശന്നാണ് പോയത്. വീട്ടിൽ നമ്മൾ ഫുഡ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് റൂമും കാര്യങ്ങളും അവിടെ ഫുള്ള് നമ്മൾ കണ്ടു. ചുറ്റുംപുറം എല്ലായിടവും നമ്മൾ ആദ്യം തന്നെ ഫുള്ള് നോക്കിയിട്ട് അതൊക്കെ വന്നപ്പോൾ തന്നെ ബെഡിലിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പൂളുണ്ട്. ചെന്നു ഡ്രസ്സ് മാറി നേരെ പൂളിലോട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ പൂളിലോട്ട് ചാടി. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ തണുപ്പാണ്. അതുപോലെ ഇതാ തണുത്ത് വിറച്ച് പൂളിൽ ചാടിയിട്ട് കയറാൻ കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം lights went down when you feel lost in your shadow. എല്ലാം കഴിഞ്ഞതാ നൈറ്റായപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കയറി കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ട, ചിക്കൻ, പഴം, അങ്ങനെയല്ല. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നൈറ്റ് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവിടെ കിച്ചനും കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഉമ്മായും മൂത്തുമ്മായും എല്ലാവരും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി, എന്നാലും അവരാണ് പാടാണ് കേട്ടോ. മൈക്കും എല്ലാം ഉണ്ട്.
അപ്പോൾ അതാ രാത്രിത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ല. രാത്രി ഫുൾ വൈബാർന്ന്, എല്ലാവരും പാട്ടും ഡാൻസാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നത്. ഇപ്പോൾ അതാ രാവിലെ തന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്, ഫുൾ മഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റു, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണേ. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈമായിട്ട് വീണ്ടും ഒന്നുകൂടി പൂളിലൊക്കെ ചാടി നമ്മളൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി എല്ലാവരും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഉച്ചയാകുമ്പോൾ ഇറങ്ങിയിട്ട് വേണം അവിടെയൊക്കെ ഒന്നും കൂടി ഒന്ന് കറങ്ങിയിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ അവരോട് നമ്മൾ ബൈയൊക്കെ പറഞ്ഞ് പതിയെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല, കാരണം നൈറ്റ് ആയിരുന്നല്ലോ. പിന്നെ നമ്മൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണ് കേട്ടോ രാവിലെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരത്തെ ഇറങ്ങി നമുക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി പോകാനുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്. അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴേക്കും ടൗണിലെത്തിയപ്പോൾ ട്രക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ട്രക്കിങ്ങൊക്കെ പോകണമെന്ന്. എന്നാലും 2 ജീപ്പിലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. 2 ജീപ്പിൽ 6 12 വരെ അങ്ങനെ 2 ജീപ്പിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ വന്ന ജീപ്പിലാണ് ഉമ്മായും മൂത്തമ്മമാരും ഇക്കാക്കായും എല്ലാവരും ഉള്ളത്. നമ്മൾ വേറെ ജീപ്പിൽ അങ്ങനെയായിട്ടാണ് കേട്ടോ പോയത്. ട്രക്കിംഗ് എന്ന് കേട്ടപ്പോൾ ഇത് വലിയ സെറ്റപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പോയപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നേ. കാരണം അപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്ന ഭയങ്കര എൻജോയ് ചെയ്തു. അതുപോലത്തെ ഒരു ട്രക്കിംഗ് ആയിരുന്നു, നമ്മൾ ഒരിക്കലും ഓർക്കില്ല, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ അത് വേറൊരു വൈബാണല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് റീൽസൊക്കെ എടുത്തായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, നമ്മൾ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എൻജോയ് ചെയ്ത് പോയത് ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഇതവർ 3-4 സ്പോട്ടിൽ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. ഒരേ സ്ഥലം കണ്ടുകൊണ്ട് ഓരോ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകും. ഒരു 10-15 മിനിറ്റ് നമുക്കവിടെ നിൽക്കാം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി റീൽസൊക്കെ സെറ്റാക്കിയേക്കണം. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കുറേ റീൽസൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് മേളിലായിട്ട്. അപ്പോൾ നമുക്ക് ഒരു വെള്ളം ഇടുക്കിയുടെ എന്തോ കാണാമെന്നും ഉള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ജീപ്പ് മേളിൽ നിർത്തിയിട്ട് നമ്മളൊരു കോഫിയും ചായയും പിള്ളേർക്ക് സ്നാക്സും അങ്ങനെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ താഴോട്ട് പോയത്. നമ്മൾ കയ്യിൽ വെള്ളവും കാര്യങ്ങളും ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ആ കടയിൽ നിന്ന് കുഞ്ഞൊരു കടയാണ്, പക്ഷെ രസമാണ്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പായ കാരണം ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ കടിയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ താഴോട്ട് നടന്നിട്ട് ഒരുപാട് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരും വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും താഴോട്ട് നടന്നു പോകണം. അപ്പോൾ നമ്മൾ താഴോട്ട് നടന്നു പോവാണ്. എന്താ കാണാൻ അവിടെ ഉള്ളതെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ താഴോട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പം നല്ല രസമാണ്, വെള്ളച്ചാട്ടവും കാര്യങ്ങളാണ് കേട്ടോ അവിടെ.
ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഒരു ടൂറിസ്റ്റ് വില്ലേജ് എന്നും പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഒരു ക്രഷറ, ഒരു പാറമട അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. നമ്മളിപ്പോൾ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അടിപൊളി ഫുഡാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡും കഴിക്കാം, അവിടെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം കേട്ടോ അങ്ങോട്ട് പോകുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊട്ടാഞ്ചിയാണ് കേട്ടോ. നിറച്ച് മീനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെ അപ്പോൾ നമുക്ക് മീനിൻ്റെ തീറ്റയും കൂടി തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ള് മീൻ നമ്മുടെ കൊട്ടാഞ്ചിയുടെ ചുറ്റും വരുവേ. അതാണ് അവിടുത്തെ മെയിൻ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ പാറമടയുടെ ഉള്ളിൽക്കടെയാണ് കേട്ടോ ആ കൊട്ടാഞ്ചി. അപ്പോൾ നമ്മളതൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കൊട്ടാഞ്ചി കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മുടെ ഉമ്മ കയറിയില്ല കേട്ടോ. ഉമ്മക്ക് അങ്ങനെയൊക്കെ ചെറിയൊരു പേടിയുണ്ട്, അതാണ് ഉമ്മച്ചി കയറിയില്ല. ഇതാ നമ്മളെല്ലാവരും കൂടി ഒരു കൊട്ടാഞ്ചിയിലാട്ടോ കയറിയത്. അപ്പോൾ അവർ നമുക്ക് മീനിന് കൊടുക്കാനുള്ളത് കൊടുക്കും. തന്നെ കാണാം നമ്മുടെ പുറകിലൊക്കെ നിറച്ച് മീൻ വന്നിട്ടുണ്ട്. നമ്മൾ പോകുന്നതനുസരിച്ച് നമ്മുടെ കൂടെ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ കയ്യിലൊക്കെ ഇങ്ങനെ കയറും. തന്നെ Lights went down when you feel lost in your shadow. You feel alone, scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a baby of life. Equip my soul, find the real good.